ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രമേഹത്തെ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് പലപ്പോഴും മരുന്നുകൾ പോലും ഇല്ലാതെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ നോക്കാം. ഞാൻ ഡോക്ടർ ധീരജ്. നമ്മുടെ ആഹാരത്തിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് അന്നജത്തിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുക. പൂർണ്ണമായി ഉപേക്ഷിക്കരുത്, കുറയ്ക്കുക. അരി, ഗോതമ്പ്, അല്ലെങ്കിൽ റവ, അല്ലെങ്കിൽ മില്ലറ്റ്സ്, ഇപ്പൊ റാഗി, തിന പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ എപ്പോഴും തവിടോട് കൂടിയ ധാന്യങ്ങൾ ഉപയോഗിക്കുക. പിന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള ചിക്കൻ, മുട്ട, പയറ്, കടല, പനീർ പോലുള്ള സാധനങ്ങൾ നമ്മുടെ ആഹാരത്തിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക. നാരുകൾ ധാരാളം അടങ്ങിയ പച്ചക്കറികൾ നമ്മുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. രണ്ടാമതായിട്ട് വരുന്ന കാര്യം വ്യായാമം. നമ്മൾ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓടുന്നുണ്ടാവും, പക്ഷെ അതിനോടൊപ്പം തന്നെ മസിൽ സെൻട്രിക് ആയിട്ടുള്ള നമ്മളുടെ മസിലുകളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള വ്യായാമങ്ങൾ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം എന്നുള്ള രീതിയിൽ റെഗുലറായിട്ട് ചെയ്യുക. മൂന്നാമതായിട്ട് വരുന്ന കാര്യം കൃത്യമായിട്ടുള്ള ഉറക്കം, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ്. അപ്പോൾ ഉറക്കം കിട്ടാനും സ്ട്രെസ് കുറയ്ക്കാനുമായിട്ടുള്ള ധാരാളം മാർഗ്ഗങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. നാലാമതായിട്ട് വരുന്ന കാര്യം, നമ്മുടെ ശരീരത്തിൽ ചില വൈറ്റമിൻസിന്റെയും മൂലകങ്ങളുടെയും കുറവുകൾ സംഭവിക്കും. വൈറ്റമിൻ ഡി അല്ലെങ്കിൽ മഗ്നീഷ്യം പോലുള്ള മിനറൽസിൻ്റെയും ഒക്കെ. അതിനെ കൃത്യമായിട്ട് ബ്ലഡ് ടെസ്റ്റുകളിലൂടെ കണ്ടെത്തി അതടങ്ങിയ ആഹാരം കൂടുതലായിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ സപ്ലിമെന്റുകൾ എടുക്കാവുന്നതാണ്. ഇനി അഞ്ചാമതായിട്ട് വരുന്ന കാര്യം, നമ്മളുടെ അത്താഴവും അതായത് ഡിന്നറും പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും തമ്മിലുള്ള ആ ഒരു സമയ ഗ്യാപ്പ്, ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് 12 മണിക്കൂർ മിനിമം, 12 മണിക്കൂറിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുക. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ